ഹായ്, ഇന്ന് ഞാനുള്ളത് കരീബിയൻ കടലിലെ ഒരു കൊച്ചു നഗരങ്ങളിലൊന്നായ കുറസാവോയുടെ തലസ്ഥാനമായ വിലിംസ്റ്റാഡിലാണ്. ഡച്ച് കൊളോണിയൽ വാസ്തുവിദ്യ, വർണ്ണാഭമായ നിറങ്ങൾ എന്നിവയുടെ ഒരു മിശ്രിതമായ ഒരു നഗരം സങ്കല്പിച്ചു നോക്കി. അതാണ് വിലിംസ്റ്റാഡ്. ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് പാസ്റ്റൽ നിറത്തിലുള്ള കളർഫുള്ളായ കെട്ടിടങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ചരിത്രപ്രധാനമായ കോട്ടകൾ, സ്വിംഗിങ് ഓൾഡ് ലേഡി എന്നറിയപ്പെടുന്ന ക്വീൻ എമ്മ ബ്രിഡ്ജ് എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഒരു ഡച്ച് കരീബിയൻ ദ്വീപാണ് ഈ കുറസാവോ എന്ന് പറയുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കുറസാവോയുടെ തലസ്ഥാനം, അതായത് വിലിംസ്റ്റാഡ് എന്നാണ് അത് പറയുന്നത്. ഞാൻ ഷിപ്പിൽ നിന്നിറങ്ങി ഒന്ന് പുറത്തേക്ക് നടക്കാനായിട്ട് വെറുതെ ഇറങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് നല്ല ഭംഗിയുള്ള കുറേ തെരുവുകളും കളർഫുള്ളായിട്ടുള്ള കുറേ കെട്ടിടങ്ങളൊക്കെയാണ്. സോ ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. പോകുന്ന വഴിക്കെല്ലാം കുറേ സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം തിരിച്ചു വരുന്ന വഴിക്ക് ഒരെണ്ണം വാങ്ങാം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു മാള് കാണാം കേട്ടോ, റിനൈസൻസ് മാൾ. അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് പോയി നോക്കാം. എന്തായാലും നല്ല കാലാവസ്ഥയാണ്, അധികം ചൂടില്ല, എന്നാൽ ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ. ഇതാണ് ആ മാള്, പക്ഷേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. സമയം 8:45 ആയതേ ഉള്ളൂ, രാവിലെ 8:45 ആയതേ ഉള്ളൂ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പം ജസ്റ്റ് ഇതിലേക്ക് ചുറ്റിക്കടന്ന് നോക്കാം. ഇവിടുത്തെ ചരിത്രപ്രധാനമായ ഒരു ഫോർട്ടാണ് ഈ കാണുന്ന റിഫ് ഫോർട്ട്. ഇവിടുത്തെ സാന്റ അന്ന ബേയുടെ പ്രവേശന കവാടത്തെ സംരക്ഷിക്കാൻ വേണ്ടി 1829 നിർമ്മിച്ചതാണ് ഈ കോട്ട. 56 പീരങ്കികളാണ് ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരുന്നത് പണ്ട്. വിലിംസ്റ്റാഡ് നഗരത്തെയും തുറമുഖത്തെയൊക്കെ സംരക്ഷിക്കുന്നതിൽ ഈ കോട്ട വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഫോർട്ട് ചരിത്രപ്രധാനമായ ഒരു സ്ഥലവും ഷോപ്പിംഗ് കേന്ദ്രവും ഡൈനിങ് സ്ഥലവുമാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഷോപ്പുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ക്വീൻ എമ്മ ബ്രിഡ്ജ്. സ്വിംഗിങ് ഓൾഡ് ലേഡി എന്നറിയപ്പെടുന്ന ഈ പാലം നഗരത്തിൻ്റെ 2 ഭാഗത്തെയും ബന്ധിപ്പിക്കുന്നു. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. വലിയ കപ്പലുകളൊക്കെ വരുമ്പോൾ ഇത് സൈഡിലേക്ക് നീങ്ങി മാറും. അതിൻ്റെ കാഴ്ച ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. ഈ വെള്ളത്തിൻ്റെ അരികിലായിട്ട് നിൽക്കുന്ന കുറേ കളർഫുള്ളായ കെട്ടിടങ്ങൾ കണ്ടോ? ഇതാണ് ഹാൻസ്കാഡ എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഈ വിലിംസ്റ്റാഡിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഫോട്ടോകളെല്ലാം നമ്മൾ ഗൂഗിളിൽ നോക്കി കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിലെ ഫോട്ടോസാണ്. നല്ല കളർഫുള്ളാണ് ഇത് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയയാണ്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുറസാവോ എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ല, മറിച്ച് ഇത് നെതർലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ്. 2010 നെതർലാൻഡ് ആൻഡിലസ് പിരിച്ചുവിടുന്നത് വരെ കുറസാവോ അതിൻ്റെ ഭാഗമായിരുന്നു. നെതർലാൻഡ് ആൻഡിലസ് എന്ന് പറയുന്നത് ഈ കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുൻ ഡച്ച് കോളനിയായിരുന്നു. 1954 സ്ഥാപിതമായ ഈ രാജ്യം നെതർലാൻഡ് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ 2010 ഒക്ടോബറിൽ
നെതർലാൻഡ് ആൻഡലസ് പിരിച്ചുവിടുകയും അതിൻ്റെ ഭാഗമായിരുന്ന 6 ദ്വീപുകൾ വ്യത്യസ്ത സ്വയംഭരണ പ്രദേശങ്ങളായി മാറുകയും ചെയ്തു. നെതർലാൻഡിൻ്റെ ഭാഗമായ ഈ രാജ്യത്തിന് സ്വന്തമായിട്ട് ഗവൺമെൻറ്റും പാർലമെൻറ്റും ഒക്കെയുണ്ട്. എന്നാൽ പ്രതിരോധവും വിദേശകാര്യവും കൈകാര്യം ചെയ്യുന്നത് നെതർലാൻഡ് തന്നെയാണ്. ഒരു ആഫ്രിക്കൻ, യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ സംസ്കാരങ്ങളുടെ ഒരു മിശ്രിതമാണ് ഇവിടുത്തെ കൾച്ചർ. അതുപോലെ തന്നെ ഈ നഗരത്തിൽ പ്രധാനമായിട്ടും പാപ്പിയമൻറ്റോ, ഡച്ച്, സ്പാനിഷ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളാണ് സംസാരിക്കുന്നത്. നഗരത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് ധാരാളം ചുവർച്ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരം ചുവർച്ചിത്രങ്ങൾ ഈ ദ്വീപിൻ്റെ സമ്പന്നമായ സംസ്കാരവും ചരിത്രവും എല്ലാം പ്രതിഫലിപ്പിക്കുന്നു. ഈ ഒരു ഏരിയയിലെല്ലാം ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് ഷോപ്പുകളാണ്. പക്ഷേ നമ്മൾ നോർമലി കാണുന്ന പോലത്തെ കടകളല്ല. അവിടെ കാൽവിൻ ക്ലൈൻ ഉണ്ട്, ഇവിടെ US പോളോ ഉണ്ട്. പക്ഷേ ഈ ഷോപ്പുകളുടെ, അതായത് ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയിലാണ് പണിത് വെച്ചേക്കുന്നത്, ഈ ഒരു സ്ഥലത്തിന് ചേരുന്ന രീതിക്ക്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണം എല്ലാം ഒരു ഡച്ച് സ്റ്റൈലിലാണ്. എല്ലാം നല്ല കളർഫുള്ളാണ്. ഞങ്ങൾ തിരികെ നടന്ന് നമ്മൾ ആദ്യം കണ്ട ക്വീൻ എമ്മ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ആ പാലം തുറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഒരു ബോട്ട് കടന്നു പോകാൻ വേണ്ടി അവരിപ്പോൾ തുറന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കുർസാവയിൽ നിന്നുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ പതുക്കെ ഷിപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.